എന്താണ് ഒരു ഷോയിങ് ലവ് അത് ഏത് രീതിയിലാണ് യൂഷ്വലി? പേഴ്സൺ ടു പേഴ്സൺ മാറും. ഓരോ ആളുകളുമായിട്ടും ഉള്ള നമ്മുടെ ബന്ധം വേറെയാണല്ലോ. ചില ആളുകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര കളിയാക്കിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്നേഹം കാണിക്കുന്നത്. അയാളോടുള്ള ബന്ധം അങ്ങനെയായിരിക്കും. അതെ അതെ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ചുമ്മാ താറ്റിക്കൊണ്ടിരിക്കും, വാ തുറന്നാൽ താറ്റിലായിരിക്കും. ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിൾ, അങ്ങനത്തെ സിബ്ലിംഗ് പോലത്തെ ബന്ധമുള്ള ആളുകളുണ്ടാവും. ചില ആളുകൾ ഭയങ്കര മണിക്കൂറുകളോളം ഇങ്ങനെ അപ്പം ചിലപ്പം നമ്മളെ സംസാരിക്കാൻ വിടുന്ന ഒരാളായിരിക്കില്ല, അയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അയാൾക്ക് കേൾക്കാൻ ഒരാളായിരിക്കും വേണ്ട. പക്ഷെ അയാൾ കേൾക്കാൻ വേണ്ടിയിട്ട് അയാൾ ചൂസ് ചെയ്ത് നമ്മളെ ആണെന്നുള്ളതായിരിക്കും നമുക്ക് സന്തോഷമുള്ള കാര്യം. അയാൾ ഇങ്ങനെ ഗുണ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കും, ഫോണിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, എല്ലാ കാര്യവും നടത്തും. അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടാവും. അപ്പം ഓരോ പേഴ്സൺ ടു പേഴ്സൺ അവർക്ക് എന്താണോ ആവശ്യം, നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റുക, അതിനനുസരിച്ചാണ് ബന്ധങ്ങൾ മാറുക. അല്ലാണ്ട് ഫിക്സഡ് ആയിട്ട് ഇതാണ് ഇങ്ങനെയാണ് ഞാൻ സ്നേഹം കാണിക്കുന്നത്, അതെനിക്ക് വർക്കാവില്ല. ഇല്ല, അതെ. ഓരോ കംഫർട്ട് സോണിലും ഓരോ ആളുകൾ മാറും. ആളുകൾക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക. അതെ, ഒരു ഗുഡ് ലിസണർ ആണല്ലേ? അതെ. സംസാരത്തിനേക്കാളും എനിക്ക് തോന്നുന്നു കേൾവിയാണ് കൂടുതൽ. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ക്വാളിറ്റിയാണ്. അത് കേട്ടോണ്ടിരിക്കാൻ ഒരാളുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമല്ലേ? അത് കേൾക്കുന്ന ആൾക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് വളരാനും കേൾക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അകത്തെന്താ നടക്കുന്നതെന്ന് ശ്രദ്ധിക്കണില്ല. പുറത്തേക്ക് സംസാരിക്കരുതെന്നല്ല പറയണേ. പക്ഷേ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ബ്രെയിനകത്ത് ഫുൾ ടൈം നമ്മളാരാണ്, അപ്പുറത്തുള്ള ആളാണ്, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിക്കാനും നമ്മൾ ആസ് എ പേഴ്സൺ ബെറ്റർ ആവാനും ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പേഴ്സണൽ ലിസണിങ് ഭയങ്കര നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു ബെറ്റർ ആളാവാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പോലെ ഫാമിലിയിലോട്ട് വരുവാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ ഗൗരീൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആണോ? വീട്ടിലിരിക്കുന്ന ആളാണ്. ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻ മാത്രം ആവണമെന്നില്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകളും എനിക്ക് ഫാമിലി തന്നെയാണ്. എൻ്റെ വീട്ടിലെ പട്ടിയും പൂച്ചയൊക്കെ എനിക്ക് ഫാമിലി തന്നെയാണ്. അതെ. അപ്പം ഉള്ളിൽ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. പുറത്ത് ഭയങ്കര എന്താ പറയുക, ശബ്ദവും ബഹളമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫിസിക്കലി എഫേർട്ട് ഇട്ട് സ്ഥലങ്ങളിൽ പോവുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഏറ്റവും ഫെമിലിയർ സ്പേസിൽ ഇരിക്കാൻ തന്നെയാണ്. ആ ഒരു ഹോമാണ് ഫാമിലി അല്ലേ? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് സേഫ്റ്റി തരുന്ന, കംഫർട്ട് തരുന്ന അതാണ് എൻ്റെ ഫാമിലി. ദാറ്റ് ക്യാൻ ബി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഒരു മുറിയായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, ഒരു ഭക്ഷണമായിരിക്കും, ഇതെല്ലാം ആ ഒരു കംഫർട്ട് തന്നെയാണ് ഞാൻ ഫാമിലി എന്ന് വിളിക്കുക. തരുന്ന എല്ലാത്തിനെയും ഞാൻ ഫാമിലി എന്ന് വിളിക്കും. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗൗരീൻ്റെ വീട്ടിൽ വന്നാൽ പോലും ഓരോ ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഒരു കുഞ്ഞൊരു ടീപ്പോ ഇരുന്നാൽ പോലും അതിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇതേപോലെ പർച്ചേസ് ചെയ്യുമ്പം നോക്കി ഇങ്ങനെ മറ്റേ യുണീക്കായിട്ട് ഓരോ സാധനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ. യുണീക്കിനേക്കാളും ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പം പൊട്ടിക്കാണും, സാധനം പൊട്ടിപ്പോയാലും ഞാൻ കളയില്ല. അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഒരു സംഭവം എന്താ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചെറിയ ചെറിയ ആർട്ടിഫാക്ട്സ്, ചട്ടികൾ, ചെടികൾ വാടിപ്പോയി കാണും, ചട്ടി അവിടെ തന്നെ ഉണ്ടാവും. ചെടിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഇരിപ്പുണ്ടാവും. അല്ലെങ്കിൽ ചില പാത്രങ്ങളായിരിക്കും, ചിലപ്പോൾ ഹാൻഡിലൊക്കെ പോകുണ്ടാവും, ഹാൻഡിൽ പോയി കാണും, സ്പൂൺ മറ്റേ ഇളയി കാണും, ഹാൻഡിൽ അര ഹാൻഡിൽ ഒരു കലമുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് എനിക്കിത് ഇഷ്ടമാണ്. കഷ്ടപ്പെട്ടാണെങ്കിൽ മറ്റേ ഹാൻഡിൽ തുണിയൊക്കെ പിടിച്ചിട്ട് ഉപയോഗിക്കും. ഒരു ഫെമിലിയാരിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ അങ്ങനെ പോകാനാണ് ഇഷ്ടം. പുതിയൊരു സാധനം അറ്റാച്ച്മെന്റ് ആണ് അതിനോടങ്ങ്. അതൊരു അറ്റാച്ച്മെന്റും ശീലമാണ്, ശീലിച്ചിട്ടുള്ള സൗകര്യമാണ്. സൗകര്യം ഇതിപ്പം അതിനെ പിന്നെ കളയാൻ ബുദ്ധിമുട്ട്. ഫോൺ മാറാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് അവസാന ശ്വാസം വലിക്കുന്നവരെ ഞാൻ ഫോൺ മാറില്ല. എൻ്റെ അവസ്ഥ ഇനി ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥ വന്നാലും ഞാൻ ഫോണൊക്കെ മാറില്ല. എനിക്ക് എന്തൊരു സ്നേഹമാണ് അതിനോട്. അതെ, എനിക്ക് കളയണ്ട, കുറച്ചുകൂടെ പോട്ടെ പുഷ് മാക്സിമം. അത് കളഞ്ഞു കഴിഞ്ഞാൽ മേ ബി സാധനം പോയല്ലോ, കീറിയാലും പിന്നെ അതിനെ വെച്ചോണ്ടിരിക്കും. അതെ, കളയില്ല. യൂഷ്വലി ഇങ്ങനെ നമ്മൾ ഈ ഇട്ട ഡ്രസ്സ് തന്നെയൊക്കെ വീണ്ടും ഇടുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴും അമ്മമാരാ കൂടുതൽ പറയുന്നത്, നിനക്ക് എന്താ വേറെ ഇല്ലേ അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് തന്നെ ഇട്ടോണ്ടിരിക്കും ഞാൻ ഭയങ്കര. അല്ല, അമ്മ ഇങ്ങനെ പറയാറുണ്ടോ? അത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ അത് ചില സാധനങ്ങളോട് ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അമ്മയുടെ ഭാഗത്തുനിന്ന് വരുന്ന കമന്റ്സ് ഞാൻ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഈ ഡ്രസ്സ് നിനക്ക് എന്താ ഈ ഡ്രസ്സ് ഇടാനുള്ളോ, ഇതൊന്നും അത് എല്ലാവരും ചോദിക്കാറുണ്ട്. ഈ റിപ്പീറ്റേഷൻ ഭയങ്കര. ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. അമ്മ മാത്രമല്ല, എൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ആളുകളൊക്കെ ചോദിക്കുന്നത് എന്ത് ഈ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ടിരിക്കണേ. ചിലപ്പോൾ ചെരുപ്പ് ഒരു സൈസ് കൂടുതലൊക്കെ ആയിരിക്കും, അതിൽ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. വലിയ ചെരുപ്പ് ഒരു പ്രാവശ്യം വലിയ ചെരുപ്പിട്ടു, അത് ഇഷ്ടപ്പെട്ട പിന്നെ വലിയ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുക. ഷർട്ട് കറയുണ്ടെങ്കിലും ചുളുങ്ങിയാലും ചിലപ്പം വിട്ടൊക്കെ കാണും, പിന്നെ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. ഭയങ്കര സുഖമാണ്. ഭയങ്കര അത്തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള. പുതിയ സാധനങ്ങളോട് വലിയ ഇതില്ല. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ടിരിക്കുന്ന
അങ്ങനെയാണ്. പുതിയത് കിട്ടിയാലും അതുമായിട്ട് അഡാപ്റ്റ് ആവാനും ഭയങ്കര പാടാണ്. അതുകൊണ്ട് പുതിയത് വാങ്ങുന്നതും കുറവാണ്. ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോർട്സ് ഉണ്ടല്ലേ, മിക്ക സ്റ്റേജ് ഷോസിലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ചില സാധനങ്ങൾ ഭയങ്കര സുഖമായിരിക്കും, അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. ആ ഷോർട്സിനെതിരെ കുറെ കമന്റ്സും കണ്ട്. ഈ ഷോർട്സ് മാത്രമേ ഉള്ളൂ, ആളുകളും കമന്റ്സ് ഇടുന്നുണ്ട്. എനിക്കല്ലേ കിട്ടാനുള്ള സുഖമുള്ള ആർക്കറിയില്ലല്ലോ. ആ ഷോർട്സ് ഇട്ടാൽ മാത്രം കിട്ടുന്ന ഒരു സുഖമുണ്ട്, അത് അങ്ങനെ തന്നെയായിരിക്കും. ഈ കമന്റ്സ് ഇത് എപ്പോഴെങ്കിലും ചിരിച്ചു പോയിട്ടുണ്ടോ ഏതെങ്കിലും കമന്റ്സ് വായിച്ചിട്ട്? ഒരുപാട് ഞാൻ ചില ആളുകളുടെ പ്രൊഫൈലിൽ കയറി നോക്കും, അത് ഭയങ്കര കോമഡി പ്രൊഫൈലായിരിക്കും. അത് ഭയങ്കര വീര്യമായിട്ട് കമൻ്റൊക്കെ അടിച്ച് കയറി കഴിഞ്ഞാൽ മറ്റേ പിങ്ക് ഹാർട്ട് പറക്കുന്ന റീലൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ആളുകളായിരിക്കും. പക്ഷെ അവർ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഭയങ്കര വീരശൂര പരാക്രമിയായിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. ഇവരുടെ പ്രൊഫൈൽസ് കാണാൻ ഭയങ്കര രസമായിരിക്കും. പ്രൊഫൈലിൽ പൂക്കിയായിരിക്കും, ഭയങ്കര രസമായിരിക്കും, മൊത്തം പൂക്കിയായിരിക്കും. പിങ്ക് കവിളിലൊക്കെ പിങ്ക് കൊടുത്തിട്ട് നല്ല വലിയ മീശ സാധനമൊക്കെ ഉണ്ടാവും, നല്ല പിങ്ക് കൊടുത്തിട്ട് മറ്റേ ബാക്കിൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര വീരശൂര പരാക്രമി വർത്തമാനമായിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അവിടെ പ്രൊഫൈൽസ് കാണാൻ പറ്റും. ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റയിലാണോ? ഫേസ്ബുക്കിൽ നോക്കാറില്ല. ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഷെയർ ചെയ്ത് അങ്ങോട്ട് പോകുന്ന പോസ്റ്റും കാര്യങ്ങളും എനിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഈ പറഞ്ഞ പോലെ ഓൺലൈനിലുള്ള കമന്റ്സ് അല്ലാണ്ട് സ്ട്രെയിറ്റ് ഫേസിൽ നോക്കിയിട്ട് ഇന്നേ വരെ ഒരു കമന്റ് വന്നിട്ടുണ്ടോ? ഇല്ല. ആർക്കും അതിനുള്ള ധൈര്യം കിട്ടിയിട്ടില്ല. ഇല്ല, അങ്ങനെയില്ല. അല്ല, ഒരു നോർമൽ ഒരു ഡേ മ്യൂസിക് ഒക്കെ ആയിട്ട് യൂഷ്വലി പോകുന്നതല്ലാണ്ട് എങ്ങനെയായിരിക്കും ഒരു വീട്ടിൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നത്? എണീക്കും, കട്ടൻ കാപ്പി കുടിക്കും. കട്ടൻ കാപ്പി കൂടി ഒരു 1.5 മണിക്കൂർ പോകും. അതെന്താ? എങ്ങനെ ഇരിക്കും, കാപ്പിയും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുറേ കുടിക്കുമോ? കാപ്പി കുറച്ചുണ്ട്, ചെറിയ കപ്പ് ഉണ്ടാവുള്ളൂ, പക്ഷെ അത് കുറേ ഉണ്ടാവും. പിന്നെ എന്ത് കഴിക്കണം എന്ന് ആലോചിക്കും. അതിലേക്ക് ചിലപ്പോൾ ഉണ്ടാക്കും, ചിലപ്പോൾ വാങ്ങും. നല്ല കുക്ക് ചെയ്യോ? നല്ല കുക്കല്ല, റെഗുലർലി കുക്ക് ചെയ്യുന്ന നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ അറിയില്ല. ഭയങ്കര വലിയ സാധനങ്ങളൊന്നും അല്ല, നമ്മൾ സാധാരണ കഴിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കാറിയാം. പിന്നെ വീട്ടിൽ പട്ടി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കുറേ ഒരു ടോപ്പിക്കിൻ്റെ പുറകെ ആണെങ്കിൽ ആ ടോപ്പിക്കിലുള്ള കുറേ ഇൻ്റർവ്യൂസോ പോഡ്കാസ്റ്റുകളൊക്കെ ഇരുന്ന് ചിലപ്പോൾ കാണും. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ വർത്താനം പറഞ്ഞു പോകും. അല്ലെങ്കിൽ പാട്ട് കേൾക്കലൊക്കെ ഭയങ്കര കുറവാട്ടോ ശരിക്കും. ആണോ? പാട്ട് കേൾക്കുന്നത് ഇരുന്നങ്ങനെ കേൾക്കലൊന്നുമില്ല. എവിടെന്നെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് പോയി തപ്പി നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. വളരെ ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള ദിവസങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും ചിലപ്പോൾ. എന്തെങ്കിലും ഇപ്പോൾ ഒരു വീഡിയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നോക്കാനുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആ പണി ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ മോസ്റ്റ്ലി ഭയങ്കര ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള പോക്കായിരിക്കും. ഏർലി മോർണിംഗ് പേഴ്സൺ ആണോ അതോ? ഏർലി മോർണിംഗ് ആണ്. എനിക്കൊരു 9 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കം വന്ന് തുടങ്ങും. ആണ്, ഓക്കെ. ഒരുപാട് നൈറ്റ് ഇരിക്കാറില്ല? പറ്റില്ല, ഉറങ്ങിപ്പോയി ഞാൻ. അത്ര നേരത്തെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാണോ? ആയിരിക്കാം, ചെറുപ്പം പോലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നതാണ് താല്പര്യം, രാത്രിനേക്കാളും കൂടുതൽ. അപ്പോൾ ഈ സോങ്സിൻ്റെ പ്ലാനിങ് ഡിസ്കഷൻസ്, നമ്മുടെ സ്വന്തം കവേഴ്സും സോങ്സ് ഒക്കെ ചെയ്യുന്നതിൻ്റെ അതൊക്കെ എപ്പോഴാണ് നടക്കുക? അങ്ങനെയൊന്നുമില്ല, അതോരോ സമയം. ഇപ്പം പറഞ്ഞാൽ ഈ ത്രൂ ഔട്ട് ദ ഡേ ചിലപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും ഇത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്യും. അതിനങ്ങനെ യാതൊരു സ്ട്രക്ചറും ഒന്നുമില്ല, ഒരു പോണ പോക്കിന് ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയാണ്. എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവിച്ച ഒന്നാണോ കട്ടിപ്പൊടിയുടെ കവർ? കട്ടിപ്പൊടിയൊക്കെ അങ്ങനെ തന്നെയാണ്. അതങ്ങനെയാണ്. അതിന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് കവർ ഇതാണെന്ന് തോന്നുന്നു, അല്ലെ? ഇതിന് മുമ്പ് അങ്ങനെയൊന്നും വന്നിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സോങ്സ്, അതിൻ്റെ നിങ്ങൾ ചെയ്തേക്കുന്ന ആ ഒരു രീതി, വിഷ്വൽസ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നു. അപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ആ ഒരു ടീം അത് ഭയങ്കര ജെല്ലായിട്ട്. അതെങ്ങനെയാണ് ടീം സംഭവിച്ചത്? എനിക്കൊന്നു ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഉള്ള ടീമിൽ നിന്ന് കൊഴിഞ്ഞുപോയി, പുതിയ ആൾ വന്ന് കൊഴിഞ്ഞുപോയി, പുതിയ ആൾ വന്ന്, അങ്ങനെ ഇപ്പം ഒരു സ്ഥലത്ത് എത്തി നിൽക്കുന്നതാണ് എല്ലാവരും. ഓഡിയോ സെക്ഷൻ ആണെങ്കിലും വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ആളുകളാണെങ്കിലും ഓഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഒക്കെ ഗ്രാജുവലി ഉണ്ടായതാണ്. അതങ്ങനെ വന്ന് ഫിൽട്ടർ ചെയ്ത് പോയി വന്ന് സംഭവിച്ചൊരു കാര്യമാണ്. അറ്റ് ലാസ്റ്റ് അതൊരു പെർഫെക്റ്റ് ടീം. ഇപ്പോൾ ഒരു നല്ലൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അതെ.